അതിജീവനത്തിനായി രാത്രി സമരം നടത്തി വരവൂർ തളി ഗ്രാമവാസികൾ. തങ്ങളുടെ ജീവിതം ദുരിതമാക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിനെതിരെ രാത്രിയിൽ നടത്തിയ പ്രക്ഷോഭത്തിൽ ഗ്രാമം ഒന്നായി അണിചേർന്നു. വരവൂർ പഞ്ചായത്തിന്റെ സമരചരിത്രത്തിൽ ഇടം പിടിക്കാവുന്ന പ്രക്ഷോഭമാണ് ശനിയാഴ്ച രാത്രിയിൽ തളി നടുവട്ടത്ത് നടന്നത്. അറവ് അവശിഷ്ട സംഭരണ പ്ലാന്റിനെതിരെ നടത്തിയ സമരത്തിൽ സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ 1000-ഓളം പേർ പങ്കെടുത്തു. കോഴി അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള അറവ് മാലിന്യങ്ങൾ സംഭരിച്ച് പൊടിച്ച് പൗഡറാക്കുന്ന വലിയ പ്ലാന്റാണ് തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പരാതികളും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളും നടക്കുന്നതിനിടയിലാണ് ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിനെ വരവൂർ പഞ്ചായത്ത് പ്രവർത്തനാനുമതി നൽകിയത്. പ്രദേശത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി തടിച്ചുകൂടി. ഇതിനിടയിൽ സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസ് ലാത്തി ചാർജ് നടത്തുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 12 വയസ്സുള്ള പെൺകുട്ടിക്കും ലാത്തിയടിയിൽ പരിക്കു പറ്റിയിട്ടുണ്ട്. കൂടാതെ 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. പ്ലാന്റിലെ ജീവനക്കാരെ കൊണ്ടുപോകുകയായിരുന്ന പോലീസ് വാഹനം തടഞ്ഞുവെന്ന് ആരോപിച്ചാണ് ലാത്തി ചാർജ് നടത്തിയത്. എന്നാൽ ഇൻസ്പെക്ടറോട് പരാതി പറയുവാൻ പോലീസ് വാഹനത്തിനടുത്തു ചെന്ന വീട്ടമ്മമാരെ പ്രകോപിതരായ പോലീസ് മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അകാരണമായ പോലീസ് നടപടിക്കെതിരെയും ദുർഗന്ധം വമിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം തടയണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ശനിയാഴ്ച രാത്രിയിൽ വൻ പ്രതിഷേധം നടന്നത്. ഇവിടെ ഈ മാലിന്യ പ്ലാന്റിന് ഈ മാലിന്യം വന്ന വർഷം ഞാൻ പഞ്ചായത്തിലേക്ക് വിളിച്ചറിയിച്ചു. അതിന്റെ വോയിസ് റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. അവരാരും അന്വേഷിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും വന്ന് നോക്കുന്നോട് പറഞ്ഞിട്ട് കൂടി അവരാരും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ പേരില് എനിക്ക് ശക്തമായിട്ട് പറയാനുള്ളത്, മരിക്കുന്നത് വരെ ഞാൻ എന്റെ മക്കൾക്കും വരും തലമുറയ്ക്കും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ പ്ലാന്റിന് പ്രവർത്തിക്കുവാൻ ലൈസൻസ് നൽകിയ വരവൂർ പഞ്ചായത്തിനെതിരെയും പ്രതിഷേധമുയർന്നു. ഇന്നത്തെ ഈ ഭരണാധികാരികളോട് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു മാലിന്യ പ്ലാന്റ് ഇവിടെ വരാൻ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. പാർട്ടിന് ബഹുമാനിച്ചുകൊണ്ട് ഇന്നലത്തെ ഇവിടുത്തെ ഒരു പരിപാടി എന്തായാലും അത് പോലീസിന്റെ അധികാരത്തിൽ പെടുന്ന ഒരു പരിധിയല്ല. എന്തായാലും അത് പോലീസ് നീതി പാലിക്കേണ്ടത്. സമരത്തെ നേരിടാൻ വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നെങ്കിലും സമരം സമാധാനപരമായി അവസാനിപ്പിച്ചു. അതേസമയം ശക്തമായ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് തീരുമാനമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ആക്ഷൻ കൗൺസിൽ നേതാക്കളായ CU അബൂബക്കർ, പരീദ്, KS മുഹമ്മദ്, വിപിൻ കൂടിയടത്ത്, സുഭാഷ്, KM ഹനീഫ, ഫാസിൽ, അനിത, ഫാത്തിമ, കോച്ചിയമ്മ, അസ്ഹർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി.